ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് പിസ്സയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ സാൻഡ്വിച്ച് ബ്രെഡ്, പിന്നെ ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ഇതൊക്കെ, പിന്നെ ചീസും ബട്ടറും ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡിൽ ബട്ടർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നന്നായി ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡ് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബ്രെഡും കൂടെ ബട്ടർ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ വേറൊന്നിലും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സവാള വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറുതായി മുറിച്ചതാണ്, അത് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സവാള ഞാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്യാപ്സിക്കം, അതിൽ ഞാൻ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ കളറും വേണമെന്നില്ല, നമുക്ക് കിട്ടിയ കളർ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ 3 കളർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ യെല്ലോ ക്യാപ്സിക്കം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് വെച്ച് കൊടുക്കണം. ഈ റെഡ് ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മോസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഞാൻ മൂടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് രണ്ടും സ്റ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ ഇത് ഒരു പുറം ഒന്ന് ആയിക്കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറിച്ചിട്ടിട്ടും ചെറുതായിട്ടൊന്ന് വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വെയിറ്റ് വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.